ധനഹാ ശുശ്രൂഷയുടെ ഗീതങ്ങൾ. 1. പ്രദക്ഷിണ ഗീതം. യോഹന്നാൻ തൻ സ്തുതിഗീതം യോർദാൻ നദിയിൽ മുഴങ്ങുന്നു. താതനു തിരുഹിതമിയലുന്ന ദൈവത്തിൻ അജപോദമിതാ പാവനറൂഹ ഇവനുപരി പ്രാവെന്ന വിധം വെളിവായി സ്വജനത്തോടു പുറ ജാതികളെ ബഹുതര ഭാഷ ഭാഷികളെ സ്തുതി ചെയ്തവനെ സ്തോത്രത്താൽ അനവരതം നതി ചെയ്തിടിൻ. എനിയോനോ അൽ യുറിദിനോൻ. ഇത് സിംഗിൾ ലൈൻ മ്യൂസിക്കാണ്. അതായത് ഇതിൻ്റെ ട്യൂൺ ഇത്രയേ ഉള്ളൂ. നദിയോർദാനിൽ താതൻ വാനദിലാർത്തു. ഇനി ഇതിൻ്റെ അവസാനം വരെയും ഈ ട്യൂൺ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തു പോകുന്നത്. വിശദമായി. നദിയോർദാനിൽ താതൻ വാനദിലാർത്തു പ്രീതിയെഴും വത്സലനാം തനയനിവൻ നൃപമശിഹാതൻ സ്നാനത്തിൽ തിരുസഭയെ സുതരേ മോദാൽ വൈദികരാലണിയിക്കാം സ്വയമുൽഭൂത ആദിയുമന്തവുമെന്നെ തൃത്വമതാകും പിതൃസുതരൂഹാസ്തുതിതേ. കോലോ കുക്കോയോ. കുക്കോയോ എന്ന ഗീതത്തിൻ്റെ 2ാം നിറമാണ് ധനഹായ്ക്ക് ഉപയോഗിക്കുന്നത്. 2ാം നിറത്തിൽ 2 പ്രധാനപ്പെട്ട ട്യൂൺ മാത്രമേ ഉള്ളൂ. അതിൻ്റെ റിപ്പറ്റീഷനാണ് വരുന്നത്. അതിൽ എ ട്യൂൺ ആണെങ്കിൽ ആദ്യത്തെ ലൈൻ ചേർത്തു സലിലം യോഹന്നാൻ സ്നാനത്തിനായി. അതുപോലെ തന്നെ എ ട്യൂൺ മുങ്ങി ശുദ്ധീകരണം ചെയ്തതിനുള്ളിൽ മാശിഹ. എൻ്റെ ബി ട്യൂണാണ് നീരിൽ നിന്നും തീരത്തേറുമ്പോൾ. അതുപോലെ തന്നെ അവനെ മാനിച്ചവനിയുമമ്പരവും. ഇനി എ ട്യൂൺ കതിരോൻ കതിരുകൾ ചായിച്ചു താരകൾ കൂപ്പി. അതുപോലെ തന്നെ ആറ്റിൻ നിരയോടൂറ്റുകളെ വാഴ്ത്തിയ ദൈവത്തെ. ബി ട്യൂൺ ഹാലേലുയ്യ ഹാലേലുയ്യ.
ചേർത്തു സലിലം യോഹന്നാൻ സ്നാനത്തിനായി മുങ്ങി ശുദ്ധീകരണം ചെയ്തതിനുള്ളിൽ മാശിഹ നീരിൽ നിന്നും തീരത്തേറുമ്പോൾ അവനെ മാനിച്ചവനിയുമമ്പരവും കതിരോൻ കതിരുകൾ ചായിച്ചു താരകൾ കൂപ്പി ആറ്റിൻ നിരയോടൂറ്റുകളെ വാഴ്ത്തിയ ദൈവത്തെ ഹാലേലുയ്യ ഹാലേലുയ്യ ബാറക്കുമോ. കോനൂനോ യൗനോയോ എന്ന് പറഞ്ഞാൽ കോനൂനോ എന്നാൽ കാനോൻ, യൗനോയോ എന്നാൽ ഗ്രീക്ക് കാനോൻ ബൈസന്റൈൻ സഭയുടെ ആരാധനാക്രമത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കാനോൻ എന്ന് പറയുന്നത്. ഇത് സുറിയാനി പിതാക്കന്മാർ ആ ഫോമിൽ ചെയ്തു വച്ചിരിക്കുന്ന ഒരു കവിതാ രൂപമാണ്. ഇതിൻ്റെ ഒറിജിനൽ സുറിയാനിയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് മലയാളത്തിൽ പാടുന്നത്. ഒറിജിനൽ സുറിയാനിയിൽ പാടാനുള്ളതായ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മലയാളത്തിലേക്ക് വന്നപ്പോൾ പാടാൻ വളരെ എളുപ്പമായിട്ടുള്ള രീതി ഇവിടെ അവലംബിച്ചിരിക്കുന്നു. ഇതിൻ്റെ ആദ്യ ഭാഗം പ്രോസായിരിക്കും, അതിനോട് കൂടി പദ്യഭാഗം ചേർത്തിട്ടുണ്ട്. ഈ രീതിയിൽ കവനം ചെയ്തിരിക്കുന്ന ഈ ഭാഗത്തിന് സ്തീഖൂൻ എന്നാണ് പറയുന്നത്, പ്രോസും പാട്ടും ചേർന്ന് വരുന്നത്. ഇത് അങ്ങനെയുള്ള ഒരു ഗീതമാണ്. കുതിരപ്പടയുടെ മേൽ ജയം കൊണ്ട് അവയുടെ പുറത്ത് കയറിയിരുന്നവരെ സമുദ്രത്തിൽ നിപതിപ്പിച്ച പ്രബലനായ കർത്താവിനെ നാം സ്തുതിക്കണം. ഭീകരവാരിനിധിക്കെതിരായി ദൈവം നടകൊണ്ടു മുങ്ങിപ്പോമെന്നോർത്തോരിസ്രായേൽ വാരിധിയിൽ കരകണ്ടു. മിസ്രൈമ്യരഥങ്ങളെയുടനടിയാഴി വിഴുങ്ങി അത്യുന്നതനുടയോൻ തൻ കരബലമതിനാൽ കുതിരപ്പട്ടാളത്തിനു വാരിധി കല്ലറയായി. മാനവജാതിക്കുദയം ചെയ്തൊരു പുലർകാലത്തിൽ പ്രഭതൻ നൃപതേ നീ മരുവിൽ നിന്നും യോർദാനാർന്നു. കൂരിരുളിൻ പിടിയിൽ നിന്നും നിൻ പ്രതിരൂപത്തെ പ്രബലകരത്താൽ പരിരക്ഷിപ്പാൻ സ്നാനത്തിനു നീ തല താഴ്ത്തി. ആദ്യന്തവിഹീന വചനേശ നിന്നോടു സഹിതം നീ നീരിൽ മുക്കിട്ടവനുദ്ധാരണമേകി. എന്നോമനനന്ദനാണിവനൊന്നാകുന്നോനെൻ സാരാംശത്തിൽ ദൈവത്വത്തിലെനിക്കൊപ്പം സ്ഥിതി ചെയ്യുന്നോൻ. എന്നേവം ജനകൻ ചൊല്ലിയ ഗഗനധ്വനിയാൽ ഗഗനത്തിനു നവ്യതയും നൽകി. രാത്രികാലത്ത് എൻ്റെ ദേഹി നിനക്കായി താമസിച്ചു. എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ആത്മാവ് നിന്റെ സന്നിധിയിലേക്ക് കുതിക്കുകയും ചെയ്തു. വൈരികളിൽ നിന്നുളവാകും കന്മഷമലിനതകൾക്കിന്നാൾ വെണ്മൈവൺ നൽകി സലിലാത്മസ്നാനത്താൽ നിത്യനവീന സുബദ്ധ വിശുദ്ധമതാമാത്മീയം മാർഗം കാട്ടി നമുക്കായി. ദൈവത്തിൻ പ്രിയവത്സലനുടെ മനതാരിൽ അനാരതമീ മാർഗം നിലകൊള്ളും. ബാറക്കുമോ. സുമോറോ. സകരമേ എന്തിനു നീ പാഞ്ഞു, യോർദാനേ എന്തിനു നീ പിൻവാങ്ങി.